കോൺഗ്രസ്സിലെ കൈപ്പത്തി എന്ന് പറയുന്നത് ലീഗാണ്. ലീഗിൻ്റെ കരങ്ങളാണ് കോൺഗ്രസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ തിരിവ് ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഭൂരിപക്ഷം അങ്ങനെ ഭയന്നിരുന്നില്ല, ഭൂരിപക്ഷം അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ്സിനാണ് ആ മേൽക്കോയ്മ വരുന്നതെങ്കിൽ അവിടെ ലീഗായിരിക്കും നിശ്ചയിക്കുന്നത്. ലീഗിൻ്റെ മന്ത്രി ഉണ്ടാവില്ല, മുഖ്യമന്ത്രി. പക്ഷേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ലീഗ് തീരുമാനിക്കും, ഉപമുഖ്യമന്ത്രി തങ്ങളാണെന്നും തീരുമാനിക്കും. പഴയ ലീഗിന് പിന്നെയും കുറച്ച് വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു. പുതിയ ലീഗ് എന്ന് പറയുന്നത് ഒരു വിഭാഗം തീവ്രവാദികൾ കൂടെ ചേർന്ന ലീഗാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് UDF നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ലീഗ് ഡിമാൻഡ് ഉയർത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ ധർമ്മസങ്കടത്തിലാക്കുകയാണോ? മത്സരിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം കൂട്ടിച്ചോദിക്കുകയാണ് ലീഗ്. നമുക്കറിയാം, മുൻപ് 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടത് എത്രത്തോളം വലിയ പ്രത്യാഘാതമാണ് UDFനുണ്ടാക്കിയത് എന്നുള്ള കാര്യം. ഇപ്പോൾ ലീഗ് ഇത്തരത്തിൽ ഡിമാൻഡ് ഉയർത്തുന്നതിന് അവരുടെ പക്കൽ വിശദീകരണമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് കൊടുത്ത സീറ്റുകളിൽ നല്ലൊരു ശതമാനവും വിജയിക്കുവാൻ സാധിച്ചു. പക്ഷേ ഇത്തരത്തിൽ ഡിമാൻഡ് ഉയർത്തുന്നത് അവരുടെ ടീമിലെ, അതായത് UDFലെ വലിയേട്ടനായ കോൺഗ്രസിനെ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. മത്സരിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് ഇക്കുറി വേണ്ടത് എന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ല എന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഡിമാൻഡ് ഉയർത്തുകയാണ് ലീഗ്. അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അവരുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? അവർ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് പോവുകയാണോ ഇക്കാര്യത്തിൽ? കോൺഗ്രസ്സിന് സ്വയം അറിയാം അവർ വലിയ പ്രഷറിലാണെന്നുള്ളത്. കാരണം കോൺഗ്രസ്സിലെ കൈപ്പത്തി എന്ന് പറയുന്നത് ലീഗാണ്. ലീഗിൻ്റെ കരങ്ങളാണ് കോൺഗ്രസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ലീഗ് അനിവാര്യമാണ്. അതുകൊണ്ടാണ് BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് കോൺഗ്രസ് മുക്ത കേരളമായി മാറാത്തത്. കാരണം ഇവിടെ കോൺഗ്രസിനെ നിഷ്പ്രയാസം തട്ടിമാറ്റാൻ കഴിയും, പക്ഷേ അതിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ലീഗിനെ തട്ടിമാറ്റാൻ കഴിയില്ല. ലീഗിലെ തട്ടിമാറ്റാത്തടത്തോളം കാലം കോൺഗ്രസ് അവിടെ ഒരു പടം പോലെ ഫ്രണ്ടിൽ നിലനിൽക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് വലിയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ലീഗിന് കീഴ്പ്പെട്ടാൽ തങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം അവർക്കുണ്ട്. പക്ഷേ ലീഗിന് കീഴ്പ്പെടാതെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യവും അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ യാഥാർത്ഥ്യവും ആഗ്രഹവും സ്വപ്നവും ഒക്കെ ആയിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇക്കുറി 35 സീറ്റെങ്കിലും വേണമെന്നാണ് എനിക്ക് കോൺഗ്രസിൻ്റെ ആവശ്യം. ലീഗിൻ്റെ ആവശ്യം 35 സീറ്റ്. ഒരു 32 സീറ്റിലാണെങ്കിലും ഒതുങ്ങിയേക്കാം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് 75 സീറ്റ് വന്നാലും 80 സീറ്റ് വന്നാലും ഈവൻ 90 സീറ്റ് വന്നാലും ആ മന്ത്രിസഭയെ നിലനിർത്തുന്നത് ലീഗായിരിക്കും. ഒരു 30 സീറ്റെങ്കിലും ലീഗിന് പിടിക്കാൻ കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ തവണ 25 സീറ്റ് കൊടുത്തപ്പോൾ അവർ 15 സീറ്റ് ഏറ്റവും കെട്ട കാലത്ത് എന്ന് പറഞ്ഞാൽ 2016 2021 LDF 100-നടുത്ത് പിടിച്ച കാലത്ത് പോലും ലീഗ് അവർക്ക് കൊടുത്ത സീറ്റുകളിൽ ഭൂരിഭാഗവും പിടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാണക്കേടില്ലാതെ ഇന്ന് UDF നിലനിൽക്കുന്നത്. 42-43 സീറ്റുകളിൽ നിൽക്കുന്നത് ഈ ലീഗിൻ്റെ 15 ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ താഴെ പോയാനെ ഒരു 30-30 താഴെയായിട്ട് വരെ പോകാനുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനും അറിയാം ലീഗിനെ വേണം. പക്ഷേ കോൺഗ്രസിന് അറിയാം ലീഗ് അപ്രമാദിത്വം കാണിച്ചാൽ തങ്ങളുടെ സ്വാധീന മേഖലകളെല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെടുകയും കോൺഗ്രസ് ഇവിടെ അസ്തമിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിൽ അവർക്ക് ക്ലെയിം ഉന്നയിക്കുവാനുള്ള ഒരു ആവറേജും സ്ട്രൈക്ക് റേറ്റും ഉണ്ട് അവർക്ക്. അങ്ങ് പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവരുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. UDF മുന്നണിയിലെ മറ്റ് കക്ഷികളെ വെച്ച് നോക്കുമ്പോൾ, ഈവൻ കോൺഗ്രസും വെച്ച് നോക്കുമ്പോൾ പോലും അവരുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ സ്ട്രൈക്ക് റേറ്റ് കാണിച്ച ആൾക്കാർ. 3000-ഓളം സീറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർ പിടിച്ചു. അത്രയും പോലും BJP പോലും വന്നില്ല. അപ്പോൾ അവർക്ക് കൊടുത്ത സ്ഥാനങ്ങളിലെല്ലാം അവർ സീറ്റ് പിടിച്ചതോടുകൂടി അവർ ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി, ഏതാണ്ട് 100-ൽ 95-ഓ 90-നും 95-നും ഇടയ്ക്ക് സീറ്റുകൾ
എന്ന സ്ട്രൈക്ക് റേറ്റ് വലിയ സ്ട്രൈക്ക് റേറ്റാണ്. നിൽക്കുന്നിടത്തെല്ലാം ജയിക്കുക എന്ന് പറയുന്നത്, കുറച്ച് സ്ഥലത്ത് നിന്നുള്ളെങ്കിൽ നിൽക്കുന്നിടത്തെല്ലാം ജയിക്കുക എന്ന് പറയുന്നത്, കുറച്ച് സ്ഥലത്തല്ല, ഏതാണ്ട് തെക്കൻ വടക്കൻ കേരളത്തിൻ്റെ നല്ല ഭാഗവും തെക്കൻ കേരളത്തിൽ അവർക്ക് സ്ട്രോങ് ഹോൾഡുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ സ്ട്രോങ് ആയിട്ട് നിലകൊണ്ടു, കോൺഗ്രസിൻ്റെ കൈപ്പത്തിയായിട്ട് നിലകൊണ്ടു. അതെ, കഴിഞ്ഞ കുറേ നാളുകളായി ലീഗിൻ്റെ ബാർഗൈനിങ് പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ആ ഗ്രാഫ് ഉയർന്ന് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രാഫ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബാർഗൈനിങ് പവർ അത്തരത്തിൽ കൂടുന്നത് അങ്ങ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനം ലീഗിലേക്ക് പോകുമോ എന്ന ഒരു ആശങ്ക കുറേയേറെ പേർക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. കോൺഗ്രസ്സിലുള്ളവർക്കറിയാം ഇങ്ങനെ പോയാൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് 2026 ശേഷം വലിയ ബുദ്ധിമുട്ടിലാണ്. തൽക്കാലം മന്ത്രിയോ മന്ത്രിസഭയോ മുഖ്യമന്ത്രിയോ ഒക്കെ ഉണ്ടായാൽ പോലും ഭാവിയിൽ അത് അവർക്ക് വെല്ലുവിളിയാകും. ഇപ്പം തന്നെ വെല്ലുവിളിയാകുന്ന അവസ്ഥയുണ്ട്. കാരണം 5ാം മന്ത്രി മാത്രമല്ല, ചിലപ്പോൾ ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ വരെ ഈ പറഞ്ഞ ഭൂരിപക്ഷം അവർക്ക് നേടാൻ കഴിഞ്ഞാൽ, അതായത് 85 സീറ്റ് കിട്ടുന്നു, അതിലൊരു 30 സീറ്റോ 28 സീറ്റോ ലീഗിൻ്റേതാണെങ്കിൽ, ലീഗില്ലെങ്കിൽ 50-ന് താഴെയാവും കോൺഗ്രസും ഇതര ഘടകകക്ഷികളും. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ അപ്രമാദിത്വം എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അതെ, തീർച്ചയായിട്ടും. കാരണം അവർക്ക് മലബാർ മേഖലയെല്ലാം തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് സൃഷ്ടിച്ചെടുക്കുവാൻ അവർക്ക് സാധിക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഇന്ന് അവർ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ശരിയായ പൊളിറ്റിക്സ് വീക്ഷിക്കുന്ന ഒരാളിന് മനസ്സിലാകും, ഭരണവിരുദ്ധ വികാരമോ അയ്യപ്പ ഭക്തിയോ ഉള്ളതിനേക്കാൾ കൂടുതൽ ലീഗിൻ്റെ ന്യൂനപക്ഷ പ്രീണന നയം തന്നെയാണ് UDFന് മുൻകൈ കൊടുത്തത്. നിങ്ങൾ ജില്ലകൾ നോക്കിയാൽ അറിയാം. എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ, അയ്യപ്പനോടുള്ള ക്രൂരതയ്ക്കുള്ള വികാരമാണെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരണ്ടേ, പാറശാല വരെ വരണ്ടേ? അതുണ്ടായില്ല. നമ്മൾ നോക്കിയാൽ അറിയാം, വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി എന്നിവിടങ്ങളിലാണ് UDFന് വലിയ മേൽക്കോയ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പിന്നെ അവർക്ക് കുറച്ച് കോഴിക്കോടും കാസർഗോഡുമാണ്. എന്നാൽ LDF നല്ല മേൽക്കോയ്മ ഉണ്ടാക്കി ഏതാണ്ട് 60 സീറ്റിനടുപ്പിച്ച് ലീഡ് നേടിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കൂ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്. ഈ 5 ജില്ലകൾ ഭൂരിപക്ഷ വിഭാഗം അല്ലെങ്കിൽ ഹിന്ദുക്കളുള്ള സ്ഥലങ്ങളിലാണ് LDFന് ഇപ്പോഴും വിജയം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പറയുന്ന ഭരണവിരുദ്ധ വികാരം വരുന്നെങ്കിൽ ഈ 5 ജില്ലകൾ എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് മാറി നിന്നു? അപ്പോൾ കേരളത്തിൻ്റെ ഡെമോഗ്രഫി അത്തരത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇവിടെ ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ തിരിവ് ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഭൂരിപക്ഷം അങ്ങനെ ഭയന്നിരുന്നില്ല, ഭൂരിപക്ഷം അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പുകൾ ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തിന് ഒരു ബോധ്യം വരുത്തിയിരിക്കുന്നു, അപകടം ആയിരിക്കുന്നു. അതായത് 50% താഴെ വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം വരുന്ന സീറ്റുകളും പിടിക്കാൻ കഴിയുന്ന, കോൺഗ്രസിനെ ഒരു മറയാക്കിക്കൊണ്ട് പിടിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുന്നു. ഇതിനെ തുടർന്ന് പോകും എന്നുള്ളതാണ് സത്യം. അത് ആ ഒരു നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുക, ഒപ്പം തന്നെ അവരെ സ്വാധീനിക്കുക, പ്രീണിപ്പിക്കുക, ഈ നയമാണോ തുടരുന്നത് ലീഗ്? ലീഗ് അത് തന്നെയാണ് തുടരുന്നത്. ഇനിയും ഇതിനെക്കുറിച്ച് ഇപ്പം 5ാം മന്ത്രി മാത്രമായിരിക്കില്ല, 6ാം ഉപമുഖ്യമന്ത്രി വരാം. മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ലെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ചോദിക്കില്ല, അതിനുള്ള പക്വത ഇപ്പോൾ ആയിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതും വരും. കാരണം കോൺഗ്രസ് ദുർബലമായാൽ പിന്നെ ലീഗിന് ഉദ്ദേശിക്കുന്ന ഘടകകക്ഷികൾ, അവരുദ്ദേശിക്കുന്ന ഹിന്ദു സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയാൽ പോലും അവർക്ക് ആരാണ് കേരളം ഭരിക്കേണ്ടതെന്ന് നിശ്ചയിക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് പോവുകയാണോ, അതോ ഇപ്പോൾ അവരുടെ ഈ സംഘടനാ ദൗർബല്യം കൊണ്ട് മാത്രം നമ്മളിപ്പോൾ കാണുന്നൊരു സ്ഥിതി കാണപ്പെടുന്നതാണോ? അല്ല, കോൺഗ്രസിൻ്റെ ഗ്രാഫ് വളരെയധികം താഴ്ന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു നേതാവിനെയും, പ്രത്യേകിച്ച് ഒരു ഹിന്ദു നേതാവിനെ അതിനകത്ത് വളരാൻ സമ്മതിക്കില്ല. അത് അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വർഷങ്ങളായിട്ടുള്ള ഇപ്പോൾ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തല. അതാണ്, VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരു പടമായി നിൽക്കുകയും ആ പടം മാറ്റിക്കഴിഞ്ഞാൽ ലീഗ് എന്ന മാരീജൻ പുറത്തു വരികയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. അല്ല, സ്ട്രോങ് സ്റ്റാൻഡ് ആയിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത് നമ്മുടെ VD സതീശനൊക്കെ. VD സതീശൻ്റെ സ്ട്രോങ് സ്റ്റാൻഡുകൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പം തന്നെ അൻവറിനെ എടുത്താൽ തൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അൻവറിനെ ഇതിനകത്ത് പ്രവേശിപ്പിക്കില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇപ്പം അൻവറിനെ ഈസി ആയിട്ട് പ്രവേശിപ്പിച്ചില്ലേ. അവിടെ VD സതീശന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നില്ലേ. ഓക്കെ. മലപ്പുറം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ
ശക്തി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലപ്പുറം അല്ല വയനാട്, ഇപ്പം അവരുടെ മീറ്റിംഗ് നടന്ന വയനാട് തന്നെ ഏതാണ് മലപ്പുറമാണ്, രണ്ടാം മലപ്പുറമാണ്. ഇനിയിപ്പോൾ അഞ്ചാം മന്ത്രി മാത്രമല്ല, അഞ്ചാം ജില്ലയും കൂടെ ആവശ്യപ്പെടും. ലീഗ് ആവശ്യപ്പെടുമ്പോൾ അഞ്ചാം ജില്ലയാണ്. അവർക്ക് 4 ജില്ലകൾ ഇപ്പോൾ ഉണ്ട്. ഒന്ന് മലപ്പുറം, ഒന്ന് വയനാട്, ഒന്ന് കോഴിക്കോട്, ഒന്ന് കാസർഗോഡ്. 4 ജില്ലകൾ അവരുടെ കയ്യിലുണ്ട്. ഇനി അവരാവശ്യപ്പെടുന്നത് അഞ്ചാം ജില്ലയാണ്. അത് കണ്ണൂരിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വെട്ടി CPM-നെയൊക്കെ ഒതുക്കിക്കൊണ്ട് ഒരു അഞ്ചാം ജില്ലയാണ് അവരാഗ്രഹിക്കുന്നത്. അപ്പോൾ അഞ്ചാം മന്ത്രി മാത്രമല്ല, ഉപമുഖ്യമന്ത്രി മാത്രമല്ല, 2026 ഒരു അഞ്ചാം ജില്ലയും കൂടെ ആവശ്യപ്പെടും. എന്തിനാ ജില്ല ആവശ്യപ്പെടുന്നതെന്ന് ചോദിക്കാം. ഒരു കളക്ടറുടെ പവർ, ഈയിടെ കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞ പോലെ എന്തിനാണ് കളക്ടർക്ക് ഇത്ര അപ്രമാദത്തെ പവർ എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ടെന്ന് കളക്ടറായിരുന്ന കണ്ണൻ ഗോപിനാഥൻ എന്ന IAS കാരൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം കളക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പവറാണ്. കളക്ടർ വിചാരിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൺട്രോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പല കാര്യങ്ങളും കളക്ടറുടെ കയ്യിലാണ് നിൽക്കുന്നത്. എന്തിന്? പ്ലാനിംഗ് ബോർഡിൽ ആ ജില്ലയിലെ പദ്ധതികൾ രൂപീകരിക്കുന്നത് കളക്ടറേറ്റിലാണ്. കളക്ടറേറ്റിൽ ഒരു പ്ലാനിംഗ് വിങ് ഉണ്ട്. ആ പ്ലാനിംഗ് വിങ് പ്ലാനിംഗ് ബോർഡിൻ്റെ ആളും കൂടെ വന്നിരുന്നാണ്, പ്ലാനിങ്ങിൻ്റെ ജില്ലാ പ്ലാനിംഗ് ഓഫീസറും കൂടെ ഇരുന്നാണ് അത് പ്ലാൻ ചെയ്തത്. അപ്പോൾ 5 കളക്ടറേറ്റുകൾ കൈക്കലായാൽ ഏതാണ്ട് കേരളത്തിൻ്റെ പകുതി തങ്ങളുടെ കയ്യിലായി എന്ന് ലീഗിനറിയാം. അതുകൊണ്ട് ഇത്തവണ ലീഗ് അഞ്ചാം ജില്ലയും കൂടെ ആവശ്യപ്പെടും. ഓക്കെ. അല്ല, ഇതിപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ്സിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കുറേയേറെ വീക്ക്നെസ്, അതാണ് ലീഗിന് കരുത്ത് പകരുന്നത് അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത് എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. അത് ഇന്നല്ല തന്നെ. നമ്മൾ സ്വാതന്ത്ര്യാനന്തര കാലമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലങ്ങൾ നോക്കിയാൽ പോലും നിങ്ങൾക്കത് വ്യക്തമാകും. കോൺഗ്രസ്സിലെ ഒരു ലീഡറിനെയും അവിടെ നിൽക്കാൻ ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയാൽ 2026 വരെ ജയിക്കുന്നത് വരെ VD സതീശനായിരിക്കും അവരുടെ നേതാവ്. 2026 കോൺഗ്രസ്സിൽ തർക്കം വരും. അപ്പോൾ ആ തർക്കം വരുമ്പോൾ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് പാണക്കാട് മുറ്റത്തിരുന്നായിരിക്കും തീരുമാനിക്കുന്നത്. ഈ തർക്കം പരിഹരിക്കാൻ ഒരു ഇടനിലക്കാരനായി വരും, ഒരു ക്രൈസിസ് മാനേജറായി വരും എന്നാണോ? പറ്റില്ലല്ലോ. കോൺഗ്രസ് ഇപ്പോൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നത്? രമേശ് ചെന്നിത്തലയാകണോ, VD സതീശനാകണോ, പിന്നെ വേണുഗോപാലാകണോ, മുരളീധരനാകണമോ എന്ന് തുടങ്ങി അടൂർ പ്രകാശ് ആകണമോ എന്ന് വരെ വരുമ്പോൾ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയുന്നത് പിന്നെ ലീഗിനാണ്. ഞങ്ങളുടെ കയ്യിൽ 25 മന്ത്രിയോ അല്ലെങ്കിൽ 25 MLA ഉണ്ട്, 30 MLA ഉണ്ട്, 85 അംഗ ഭൂരിപക്ഷം, അതാണ് മാക്സിമം കിട്ടാവുന്നത്. അത് തന്നെ കിട്ടുമെന്ന് കളി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ CPM എടുക്കുന്ന സ്റ്റാൻഡും പല കാര്യങ്ങളും ഇനി വരാനുണ്ട്. CPM വളരെ പിന്നെ തന്ത്രപൂർവ്വമാണ് ഇപ്പോൾ നീങ്ങുന്നത്. വിജയിച്ചേ മതിയാവൂ എന്നുള്ളൊരു നിഗമനത്തിലാണ് അവർ പോകുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ എല്ലാ കാര്യത്തിലും അവർ ആ രീതിയിലേക്ക് വരും. BJP-യും അതുപോലെ വളരെ തന്ത്രപരമായ ചില നീക്കങ്ങളുമായിട്ട് വരികയാണ്. അപ്പം BJP പോലും ചിലപ്പോൾ ഡിസിസീവ് ഫാക്ടറായി വന്നേക്കാം. പക്ഷെ ആ സാഹചര്യത്തിൽ ലീഗായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസ്സിനാണ് ആ മേൽക്കോയ്മ വരുന്നതെങ്കിൽ അവിടെ ലീഗായിരിക്കും നിശ്ചയിക്കുന്നത്. ലീഗിൻ്റെ മന്ത്രി ഉണ്ടാവില്ല മുഖ്യമന്ത്രി, പക്ഷേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ലീഗ് തീരുമാനിക്കും, ഉപമുഖ്യമന്ത്രി തങ്ങളാണെന്നും തീരുമാനിക്കും. ഓക്കെ. നമുക്കതറിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനങ്ങൾ അവർ ആവശ്യപ്പെട്ടില്ലേ? 76-ൽ 47 സീറ്റ് കിട്ടിയ കോൺഗ്രസ്സിന്, അപ്രമാദത്തിലുള്ള കോൺഗ്രസ്സിന് മേയർ സ്ഥാനം കിട്ടിയപ്പോൾ 3 സീറ്റ് മാത്രമുള്ള ലീഗ് തങ്ങൾക്ക് ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? അപ്പോൾ പിന്നെ ഭൂരിപക്ഷം നിലനിർത്താൻ കേരള അസംബ്ലിയിലേക്ക് തങ്ങളുടെ കൈകളിൽ 30ഓളം സീറ്റുകൾ വരുമ്പോൾ, അല്ല ഇതിപ്പോൾ കൊച്ചിയുടെ കാര്യമാണല്ലോ, എറണാകുളം കോർപ്പറേഷൻ അങ്ങ് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ ഇത്രയും അപ്രമാദിത്വമുള്ള കോൺഗ്രസ്സിന് ഇവരെ അനായാസം തള്ളിക്കളയാം എന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ചിലരെങ്കിലും പറയുന്നെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത്തരത്തിൽ ലീഗിൻ്റെ ഡിമാൻഡുകൾ തള്ളാതെ വെച്ചിരിക്കുകയാണോ? ഇപ്പോൾ ലീഗിൻ്റെ ഡിമാൻഡുകൾ തല്ലാത്തത് വിജയം വെച്ചിട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം വെച്ചിട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കഴിഞ്ഞ് സീറ്റ് എണ്ണി വരുമ്പോൾ 80 85 ഒക്കെ പോലും കോൺഗ്രസ്സിന് കിട്ടിയാൽ അതിനപ്പുറമൊന്നും കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. 100 എന്നൊക്കെ പറയുന്നത് വെറും മരീചികയാണ്. അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. 80 സീറ്റ് കിട്ടിയ ഭാഗ്യം. ആ 80 സീറ്റ് കിട്ടിയാൽ 25-30 സീറ്റുള്ള ലീഗായിരിക്കും പറയാൻ പോകുന്നത് ഈ ഭരണം നിലനിർത്തണമെങ്കിൽ ഞങ്ങളല്ലേ ഇനിയുള്ളത്. നിങ്ങളും കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും കൂടെ 50 സീറ്റിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഓക്കെ. അല്ലെങ്കിൽ 55 സീറ്റിൽ, ബാക്കി ഞങ്ങളാണ് കാര്യം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നയാളാവട്ടെ എന്നവർ തീരുമാനിക്കും. ഓക്കെ. ഇന്ന് മാത്രമല്ല, എന്നും ഇങ്ങനെയാണ് തീരുമാനിച്ചു പോന്നിട്ടുള്ളത്. പണ്ടും ഇത്തരത്തിലുള്ളൊരു കൈകടത്തുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ ചോദ്യം ഇതാണ്, ഉമ്മൻചാണ്ടിക്ക് ശേഷമല്ലേ ഈ ഒരു സാഹചര്യം ഉണ്ടായത്, അതോ അതിന് മുൻപ് ഉണ്ടായത്? അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഹിന്ദു മഹാമണ്ഡലത്തിന് ഒരു ആരംഭത്തിൻ്റെ കാലം.
അന്ന് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കൂടെ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കാൻ വന്നപ്പം അവരെ ഇന്നത്തെ ബജറംഗ് ദളിനേക്കാൾ മോശമായി ചിത്രീകരിച്ച് വെട്ടിക്കീറി മത തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി മത തീവ്രവാദിയായി നിൽക്കുന്നത്. ഇന്നലെ വരെ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെയൊക്കെ മത സംയമനത്തിൻ്റെ ആളായിരുന്നു, മതസംയോഗത്തിൻ്റെ ആളായിരുന്നു. ഇന്ന് അദ്ദേഹം മത തീവ്രവാദിയായി. അവർക്കത് മാറ്റാനും തിരിക്കാനും ഒരു വിഷമമൊന്നും വേണ്ട. അല്ല, അന്ന് ആർ ശങ്കറും മന്നത്താചാര്യനും ഒക്കെ തന്നെ നടത്തിയ ശ്രമങ്ങളെ എനിക്കറിയാം, നമുക്കറിയാം, തോൽപ്പിച്ചു. ചരിത്രം പരിശോധിക്കുമ്പോൾ അതറിയാം. അതിൽ കമ്മ്യൂണിസ്റ്റുകാരും കൂടെ കൂടി നിന്ന് കൊടുത്തു കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാർക്കും ഭയം ഉണ്ടായിരുന്നു ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവരും അതുകൊണ്ട് ചവിട്ടി നിന്നു. ഓക്കെ, അത് ആ ഒരു ഹിന്ദു ഐക്യത്തെ ഭയപ്പെടുന്നു. അതുപോലെ തന്നെ ഹിന്ദു നേതാക്കൾ കരുത്തരായി അല്ലെങ്കിൽ ഒരു പാൻ കേരള ഇമേജിലൂടെ വളർന്നു വരുന്നതും ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നാണ് പറയുന്നത്. ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായിരിക്കുമോ ഈ ആർ ശങ്കറിൻ്റെ മുഖ്യമന്ത്രിയായി എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് പിന്നീട് ഇങ്ങോട്ട് വളർന്ന് പന്തലിക്കാൻ സാധിക്കാതെ പോയത്? തീർച്ചയായിട്ടും ആർ ശങ്കറിൻ്റെ ശക്തി എന്ന് പറയുന്നത് 1960 ആർ ശങ്കറാണ് ശരിക്കും കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ ആർ ശങ്കറിനെ വെട്ടാൻ എന്ത് ചെയ്യുന്നറിയാമോ? പട്ടം താണുകളെ കൊണ്ടുവന്നു. മനസ്സിലായ? ആർ ശങ്കറാണെന്ന് കോൺഗ്രസിൻ്റെ ശക്തിയായിട്ട് കോൺഗ്രസിനെ വിജയിപ്പിച്ച് അസംബ്ലി കൊണ്ടുവന്നു. ഇന്ന് വി ഡി സതീശൻ കൊണ്ടിരുന്ന പോലെ. അതാണ് ഞാൻ പറഞ്ഞത്, വി ഡി സതീശന് 26 ജയിച്ചാൽ പോലും മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളത് ലീഗ് തീരുമാനിക്കുന്നു. 60 ഇതാണ് നടന്നത്. ആർ ശങ്കർ ആയിരുന്നു അന്നത്തെ വി ഡി സതീശൻ. അന്ന് കോൺഗ്രസിൻ്റെ വലം കൈയും ഇടം കൈയുമായി നിന്ന് അദ്ദേഹമാണ് കോൺഗ്രസിനെ ജയിപ്പിച്ചു കൊണ്ടുവന്നത്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം വന്നപ്പോൾ ട്രാവൻകൂർ പ്രധാനമന്ത്രിയായിരുന്ന പട്ടം താണുള്ള വരട്ടെ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിനെ രണ്ടായിട്ട് അടിപ്പിക്കുക. അന്ന് എനിക്ക് തോന്നുന്നു പറയാൻ ഒരു കാര്യം കൂടിയാവുന്നുണ്ട്. ഈഴവ നായർ ആ ഒരു ഡിവിഷൻ അവിടെ ക്ലിയർ ആയിട്ട് വന്നു. ആ ഡിവിഷൻ നല്ലപോലെ വന്നു. പട്ടം താണുള്ള 60 കയറി നല്ല മുഖ്യമന്ത്രിയായി അങ്ങ് ബലസാൻ തുടങ്ങി. കേരളത്തിൽ പട്ടം താണുള്ള കീഴടക്കാൻ ആളില്ല എന്നായപ്പം പട്ടം താണുള്ളക്ക് ഒരൊറ്റ വിട്ടുകൊടുത്തു. 62 ഇത് ഭരണം കൊണ്ടുവന്നത് ശങ്കറിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഇത് ആദ്യത്തെ ട്യൂൺ അടിച്ചവൻ തന്നെ തിരിച്ചടിച്ചു കൊടുത്തു. അപ്പോൾ പട്ടം താണുള്ള പിന്നെ നെഹ്റുവിന് ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. നെഹ്റുവിന് പഞ്ചാബ് ഗവർണറോ അങ്ങോട്ടാക്കിക്കൊണ്ട് ആന്ധ്രയോ പഞ്ചാബ് ഗവർണറാക്കിയിട്ട് ഇദ്ദേഹത്തിനെ അങ്ങ് തട്ടി ഇവിടുന്ന് കൊണ്ടുപോയി, സേനിനെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ആർ ശങ്കറിനെ വീണ്ടും വാഴിച്ചു. ആർ ശങ്കർ 2 വർഷമാണപ്പം അദ്ദേഹത്തിനെ വെട്ടി. അതോടെ മന്ത്രിസഭയും താഴെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നീട് നടന്ന കളികൾ എന്ന് പറഞ്ഞാൽ 67 EMSനെ പൊക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത്. EMS മുഹമ്മദ് കോയ അടക്കമുള്ളവരെ പോയി കണ്ട് ഇനി നമുക്ക് ബാന്ധവത്തിൽ പോകാം എന്നൊരു നയം EMS സ്വീകരിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന് EMS കൊടുക്കുന്നത്. അങ്ങനെ EMS 69 വരെ പോയി കഴിഞ്ഞപ്പം തങ്ങൾക്ക്, അതായത് തൊട്ടുകൂടാ തിണ്ടിക്കൂടാ എന്ന വലിയ വിവേചനം ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു ലീഗ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചത്ത കുതിര എന്നാണ് ലീഗിനെ വിളിച്ചിരുന്നത്. കേന്ദ്രത്തിൽ മാത്രമല്ല ഇവിടെയും. അപ്പോൾ ആ അയിത്തം EMS മാറ്റി കൊടുത്തു. EMS ലീഗിനെ ഇങ്ങോട്ടെടുത്ത് സ്പീക്കറാക്കി കൊടുത്തു, ജില്ല ഉണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം കോൺഗ്രസ്സിന് ലൈസൻസായി. കോൺഗ്രസ് ഉടനെ തന്നെ അപ്പോൾ ഇവരെന്ത് ചെയ്തു? ലീഗ് എന്ത് ചെയ്തു? തങ്ങളെ ഉയർത്തി വളർത്തി ആളാക്കിയ CPMനെ വെട്ടിക്കൊണ്ട് നേരെ അവർ കോൺഗ്രസ്സിലേക്ക് ചേർന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പിന്നെ 10 വർഷം അവർ UDF എന്നുള്ള സംവിധാനത്തിലേക്ക് വന്നു. അങ്ങനെ അച്യുതമേനോൻ മന്ത്രിസഭയിൽ അവർ കയറിക്കൂടി. അങ്ങനെ അവർ സുഖമായിട്ട് അവിടെ ഭരിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നേടി പോയി. ഓക്കെ, ഇല്ല അച്യുതമേനോനെ വെട്ടിയേനെ. പക്ഷേ ഇതറിയാവുന്ന അച്യുതമേനോൻ പതുക്കെ അങ്ങ് മാറിക്കൊടുത്തു. ഇനി ഞാനില്ല, ലാൽ സലാം പറഞ്ഞ് പണ്ട് മന്നത്ത് പത്മനാഭൻ മാറിയ പോലെ അദ്ദേഹം അവിടെ തേക്കങ്കാട് മൈതാനത്തിൽ ചുമ്മാ ഉലാത്തലുമൊക്കെ ആയിട്ട് സായാഹ്ന ജീവിതം കഴിക്കാമെന്ന് പറഞ്ഞങ്ങ് പോയി. അതുകൊണ്ട് അച്യുതമേനോനെ വെട്ടിയില്ല. അല്ലെങ്കിൽ അച്യുതമേനോനെ വെട്ടി കിട്ടിയേനെ. കാരണം അച്യുതമേനോൻ അത്രയ്ക്ക് അപ്രമാദിത്വത്തിലേക്ക് വന്നു. ഒരു കേരളം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ നിർത്തിയിട്ട് പോകാം, കേരളത്തിൻ്റെ അന്തരീക്ഷം എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു ആർ ശങ്കർ ആവാനോ ഒരു പട്ടം താണുപിള്ള ആവാനോ ഒരു മന്നത്ത് പത്മനാഭനാവാനോ നിന്നു കൊടുത്തില്ല. പക്ഷേ നിന്നു കൊടുത്തില്ലെങ്കിൽ ആ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. പൊളിറ്റിക്സിൽ പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് അദ്ദേഹം ഈ സ്റ്റാറ്റസിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഈ മരണം കഴിഞ്ഞിട്ടും നമ്മൾ കേരളത്തിലെ മികച്ച ഭരണാധികാരി ഈ അച്യുതമേനോനായിട്ട് നിൽക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് പണ്ട് ലീഗിനൊപ്പം നിന്നു, അവരൊപ്പം നിർത്തി.
LDF-നെ താഴെ ഇറക്കി UDF-നെ അധികാരത്തിൽ കയറ്റുവാൻ. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ഈ സാമുദായിക സംവരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മറ്റാവശ്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാൻ സഹായിക്കാം. പക്ഷേ UDF അധികാരത്തിൽ വന്നതിന് ശേഷം തങ്ങളുടെ ആവശ്യം ഒന്നും തന്നെ പരിഗണിച്ചില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വളരെയധികം തവണ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു, എന്നിട്ട് പോലും പരിഗണിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പുതിയ ലീഗിൻ്റെ ഒരു മുഖമാണ്. പഴയ ലീഗിന് പിന്നെയും കുറച്ച് വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു. പുതിയ ലീഗ് എന്ന് പറയുന്നത് ഒരു വിഭാഗം തീവ്രവാദികൾ കൂടെ ചേർന്ന ലീഗാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് അവർ വളരെ ശക്തമായി ലീഗിൻ്റെ പിന്നിലുണ്ട്. ലീഗിൻ്റെ പഴയ മുഖമല്ല ഇന്നത്തെ മുഖം. അത് വ്യക്തമാക്കുന്നത് ഓരോ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് മനസ്സിലാകാം. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനമാണെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തന്നെ വഞ്ചിച്ചു, ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ച് നായരെ അടിച്ചൊതുക്കിയില്ലേ? ഈ കോണിയിൽ കയറ്റി നിർത്തിയാണ് പെരുന്നയിൽ നാരായണ പണിക്കരെയും സുകുമാരൻ നായരുടെയും തലക്കടിച്ചത്. അതും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നായർ ഈഴവ ഐക്യത്തിന് വേണ്ടി മുൻകൈയെടുത്തു, പക്ഷേ അതിനെ ലീഗ് നേതാക്കൾ ഇദ്ദേഹത്തോട് എതിർക്കുകയാണ് ചെയ്തത്. അതായത് പറഞ്ഞ വാദം ഇതാണ്: നായർ സമുദായം സാമ്പത്തിക സംവരണത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്, മുസ്ലിങ്ങളും ഈഴവരും സാമുദായിക സംവരണത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നായർ സമുദായത്തിനൊപ്പം നിൽക്കരുത്, NSS-നെ വിശ്വസിക്കരുത്, NSS-നൊപ്പം നിൽക്കരുത്. ക്രമേണ തന്നെ NSS-മായി തെറ്റിക്കുന്ന തരത്തിലേക്ക് പോയി, NSS-നെതിരെ ആഞ്ഞടിക്കുന്ന തരത്തിലേക്ക്, തള്ളിപ്പറയുന്ന തരത്തിലേക്കും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു അത് തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. ഇന്നും നായർക്ക് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ പിടിക്കില്ല. കാരണം ഇതാണ്, ഈ അടിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം നായർ എന്ന് പറഞ്ഞാൽ ഈഴവന് പിടിക്കാത്തതിൻ്റെയും കാരണം അതാണ്, ഈ അടിയാണ്. ഇവർ തമ്മിലുണ്ടായ അടിയാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. R. ശങ്കറിനെ വെട്ടാൻ വന്നത് പിന്നെ പട്ടം താണുപിള്ളയെ കൊണ്ടുവന്നു. പട്ടം താണുപിള്ളയെ വെട്ടാൻ R. ശങ്കറെ കൊണ്ടുവന്നു. ഇതാണ് 60-കളിൽ നടന്നത്, 60-64 പീരീഡിൽ നടന്നത്. 60-ൽ R. ശങ്കർ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ കൊണ്ടുവന്നു. ആ കാലഘട്ടം 62-ൽ തിരിച്ചു കൊണ്ടുവന്നു. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അസ്തമിച്ചു. രണ്ടുപേരും അതോടെ ഫിനിഷായി. മനസ്സിലായി? ഫിനിഷ് ആക്കിയിരിക്കും. EMS-ന്റെ കാലം അതുപോലെ ഫിനിഷാക്കിയില്ലേ? പിന്നെ ഇവിടെ എന്തൊരു അപ്രമാദത്തിൽ നിന്ന ആളാണ് കെ കരുണാകരനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നതല്ല. മാള എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്നു, നിങ്ങൾക്കറിയാമോ? ആ മാളയെ തൻ്റെ കയ്യിലെ മാണിക്യമാക്കി മാറ്റാൻ കഴിഞ്ഞ ആളാണ് കെ കരുണാകരൻ. മാർക്സിസ്റ്റ് കോട്ടയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടയാണ് തൃശ്ശൂരിലെ മാള. ആ മാളയെ അദ്ദേഹം തൻ്റെ കോട്ടയാക്കി മാറ്റി. ആ ശക്തിയുള്ള, അല്ലെങ്കിൽ 2 പേരുണ്ടായിരുന്ന, പിന്നെ 67-ൽ 7 പേരെ വെച്ചുകൊണ്ട് പോയ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ അദ്ദേഹം 80-കളായപ്പോഴേക്കും ഇവിടുത്തെ ഒരു പ്രഭാത ശക്തിയാക്കി മാറ്റിയില്ലേ, രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റിയില്ലേ 70-കളിൽ തന്നെ. അതിന് കഴിഞ്ഞത് കരുണാകരൻ്റെ ശക്തിയല്ലേ. ആ കരുണാകരനെ വെട്ടാൻ എത്ര ഈസി ആയിട്ട് കഴിഞ്ഞു. രാഘവൻ തെളിച്ച് പറഞ്ഞിട്ടുണ്ട്. 94-ൽ പിന്നെ കരുണാകരനെ ഒറ്റിക്കൊടുത്തപ്പോൾ എനിക്ക് നന്ദിയുണ്ടായിരുന്നു. ഞാൻ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുള്ളൂ ഒരു ഘടകകക്ഷിയായിട്ട്. ബാക്കി മുഴുവൻ പേരും കരുണാകരനെ അനാവശ്യമായി ചാരക്കേസിൽപ്പെടുത്തി വെട്ടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഈ വെട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി വീഴും, ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ വീഴും. വീണ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 30 വർഷം കഴിഞ്ഞിട്ട് പറയും അയ്യോ അത് ശരിയായിരുന്നു അന്ന്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹം ബുദ്ധിപൂർവ്വം മാറിയിട്ട് ഇപ്പോൾ കുറേയേറെ കാര്യങ്ങൾ കഴിഞ്ഞ നമ്മുടെ ടോക്കിംഗ് പോയിന്റിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം. കാരണം ഈ ചരിത്ര R. ശങ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുവാണ്. ഗുരുവിന് പറ്റിയത് ശിഷ്യനെ അറിയാമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിനും അനുഭവം ഉണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആ ഗുരുവിന്റെ അനുഭവം ശിഷ്യനും കിട്ടി. കൈപ്പേറിയ അനുഭവം എന്ന് പല പ്രാവശ്യം പറഞ്ഞു അദ്ദേഹം. തീർച്ചയായിട്ടും ഈ അനുഭവം ഇനി VD സതീശനും കിട്ടാനിരിക്കുകയാണ്. എന്നാണ് VD സതീശനെ വെട്ടുക എന്നുള്ളത് നോക്കൂ. ഓക്കെ, അതും വരാം. ഇത് VD സതീശനും അറിയാം, VD സതീശൻ നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം കൊക്കൽ ജീവനുണ്ടെങ്കിൽ അൻവറിനെ എടുക്കില്ലെന്ന് ഇപ്പോൾ എടുത്തില്ലേ. ഇതുപോലെ പല വിട്ടുവീഴ്ചകളും എടുക്കേണ്ടി വന്നു. ഇനി സീറ്റ് കൂടുതൽ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുക്കേണ്ടി വരും. നിങ്ങൾ നോക്കൂ, സീറ്റ് വിഭജനം വരുമ്പോൾ കൂടുതൽ സീറ്റ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ അപകടമാണെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. കോൺഗ്രസിൻ്റെ ഉള്ളിൽ മർമറിങ് ഉണ്ട്. ഇങ്ങനെ പോയാൽ ഈ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ 2ാം കക്ഷിയും മറ്റുള്ളവർ ഇവിടുത്തെ 1ാം കക്ഷിയും ആകുമോ? ഈ സത്യത്തിലാണ് അവർ
ഓക്കെ, ആ ഒരു ആശങ്കയാണ് ഉന്നയിക്കുന്നത്. ആശങ്കയാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ വേറൊന്ന് ഞാൻ ചോദിച്ചു, അങ്ങിപ്പോൾ പറഞ്ഞ പി വി അൻവറിൻ്റെ കാര്യം അപ്പോഴാണ് ഞാൻ ഓർത്തത്. പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ടായിരുന്നു, വളരെ ശക്തമായ തർക്കമായിരുന്നു, തുറന്ന പോര് തന്നെ ഉണ്ടായിരുന്നു. പി വി അൻവർ എത്രത്തോളം വിളിച്ചു എന്ന് നമുക്കറിയാം. ഈ അൻവറിനെ മുന്നണിയിൽ എടുക്കണം എന്ന് പറഞ്ഞത് നിലമ്പൂർ വിജയത്തിന് വേണ്ടി മാത്രമാണോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ ഈ ബേപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അവിടെ മുഹമ്മദ് റിയാസ് വളരെ കരുത്തനായി മുന്നോട്ട് പോവുകയാണ്. മുഹമ്മദ് റിയാസിനെ എതിരിടാൻ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചായിരിക്കുമോ ലീഗ് ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് ധർമ്മടത്ത് പിണറായിയെ വെട്ടാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിലിട്ട് വെട്ടാനായിട്ട് അൻവറിനെ കൊണ്ടിരുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ വിട്ടുപോയി, അത് വിട്ടുപോയി. ഈ ഇത്രയും വലിയ പ്രേമം നടത്തിയ എന്തിനാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനമായിട്ട് പിണറായി വിജയൻ വന്നത്? പ്രധാന കാരണം അങ്ങനെ ഒരു തിയറി എടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ എൻ ബ്ലോക്ക് സപ്പോർട്ട് തനിക്ക് കിട്ടും, ലീഗ് ഇല്ലെങ്കിൽ പോലും തനിക്ക് ഭരിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പോൾ അത് തെറ്റിച്ചുകൊണ്ടാണ് 2019 ഇലക്ഷനിൽ പാർലമെൻറ്റിലേക്ക് തൂത്തുവാരി കോൺഗ്രസ് ജയിച്ചത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ലീഗിൽ മുസ്ലിങ്ങൾ എൻ ബ്ലോക്കായിട്ട് 2021 പിണറായി വിജയൻ്റെ വിജയത്തിന്, രക്ഷകൻ്റെ വിജയത്തിന് നിന്നു. ഓക്കെ, ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് 2021 100-നടുപ്പിച്ച് സീറ്റ് നേടാൻ കഴിഞ്ഞത്. പക്ഷേ പിന്നീട് അദ്ദേഹം പല പ്രാവശ്യമായിട്ട് തൻ്റെ കാൽ കീഴിലുള്ള ഹിന്ദു വോട്ടുകൾ പോകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം നയം കുറച്ച് മാറ്റി. ആ നയം മാറ്റി അവസാനം അയ്യപ്പ സംഗമത്തിൽ വന്ന് നിന്നപ്പോൾ ലീഗ് പൂർണ്ണമായും പാലം വലിച്ചു. ഒറ്റ വോട്ട് പോലും ലീഗിൻ്റേത് പിണറായി വിജയന് കിട്ടുക. പിണറായി വിജയനാണ് രക്ഷകൻ എന്ന് പറഞ്ഞ ലീഗുകാരനും അല്ലെങ്കിൽ മുസ്ലിങ്ങളും ലീഗിന് CPM വോട്ട് ചെയ്യാതായി. ഓക്കെ, വീണ്ടും EMSന് ആ ദീർഘവീക്ഷണത്തിൽ അത് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പിണറായി വിജയന് നിലനിൽക്കണമെങ്കിൽ ഹിന്ദു വോട്ടുകൾ വേണമെന്നുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. കാരണം അദ്ദേഹം രണ്ടും കൂടെ നോക്കി. പലസ്തീൻ പറഞ്ഞ് വൈകുന്നേരം പലസ്തീനും, രാവിലെ അയ്യപ്പ സംഗമം പറഞ്ഞ് നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലീഗും മുസ്ലിങ്ങളും അതിൽ വീണില്ല. അല്ല, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നിറഞ്ഞ ഒരു നിരീക്ഷണം കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അങ്ങയുടെ മുന്നിൽ വയ്ക്കുകയാണ്. അതായത് അങ്ങ് ഈ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. കോൺഗ്രസിനെ വളരാൻ, ഒരു പരിധി വിട്ട് വളരാൻ അനുവദിക്കാത്ത ഒരു തന്ത്രം, അതെങ്ങനെ കരുത്തനായ ഒരു നേതാവിനെ ഉയർന്നു വരാൻ അനുവദിക്കാതിരിക്കുക, അവർക്ക് ഒരു 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 പരിധി കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ കടക്കി വിട്ടുകൊടുക്കുന്ന രീതിയിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുക, അത് ലീഗിൻ്റെ ഒരു 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 അജണ്ടയായി സെറ്റ് ചെയ്ത് പണ്ടേ വരുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ പറഞ്ഞ വേറൊരു കാര്യം, വേറൊരു കാര്യം കൂടി അതിൽ ചേർക്കാം. അതായത് ഒരു പാൻ കേരള ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രം നേടിയാൽ പോരാ, ഹിന്ദുക്കളുടെ വോട്ടും ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും കിട്ടണം. അങ്ങനെ എല്ലാവരുടെ വോട്ടും നേടാൻ സാധിക്കുക ഒരു സർവ്വസമ്മതനായിട്ടുള്ള ഒരു ഹിന്ദു നേതാവിനായിരിക്കും. ഒരു ഹിന്ദു നേതാവിനെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വളർന്നു വരുവാൻ അനുയോജ്യമായൊരു സാഹചര്യം സൃഷ്ടിക്കില്ല. ആ ഒരു നിരീക്ഷണമാണ് പറഞ്ഞത്. പക്ഷേ അതിലെനിക്ക് കേട്ടപ്പോൾ ഒരു വർഗീയത നിറഞ്ഞൊരു പരാമർശമായി തോന്നി. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതിനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. പട്ടം താണുള്ള R. ശങ്കർ, EMS, K. കരുണാകരൻ, അച്യുതമേനോൻ, അല്ലെങ്കിൽ ഇന്ന് വന്ന് നിൽക്കുന്ന പിന്നെ VD സതീശൻ വരെ, പിണറായി VD സതീശൻ വരെ ഓരോ കാലങ്ങളിൽ ആവശ്യമുള്ളപ്പോൾ അവർ വെട്ടി നിരത്തിയിട്ടുണ്ട്. എന്തിന്? മുസ്ലിം നേതാവായ ആര്യാടൻ മുഹമ്മദിനെ തല തൊടിക്കാതിരുന്നിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം വളരെ വലിയ ഒരു മതേതരവാദിയായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ആര്യാടൻ മുഹമ്മദ്, അതായത് അദ്ദേഹത്തിനെ വെട്ടി കീറിയില്ലേ എത്രയോ പ്രാവശ്യത്തെ. പക്ഷെ അദ്ദേഹം കരുത്തനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മരണം വരെയും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മോനെ വെട്ടി, പിന്നീട് തലോടിക്കൊണ്ട് തിരിച്ചും കൊണ്ടുവന്നു. അതാണ് അവരുടെ നയം. അതായത് ചവിട്ടി ഒതുക്കിയിട്ട് കയ്യിൽ നിർത്തുക. കോൺഗ്രസിനെ അങ്ങനെയാണ് അവർ നിർത്തിയിരുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം വേണം. അവർക്കൊരു മരീചനായി നിൽക്കണമെങ്കിൽ കോൺഗ്രസ് എന്ന ഒരു ഹിന്ദു ലേബൽ ഇവിടെ ഇങ്ങനെ വേണം. അത് ഒരു കാലത്ത് കരുണാകരനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ R. ശങ്കർ ആയിരിക്കാം, അല്ലെങ്കിൽ പട്ടം താണുപിള്ളയായിരിക്കാം, പിന്നെ കരുണാകരനായിരുന്നിരിക്കാം, പിന്നെ ആന്റണി ആയിരുന്നിരിക്കാം, പിന്നെ ഇപ്പോൾ VD സതീശനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാലത്ത് പിണറായി വിജയനായിരുന്നിരിക്കാം, VS അച്യുതാനന്ദനായി, ഏതോ അവരൊരു മുഖംമൂടി വെച്ചിരിക്കും. ആ മുഖംമൂടിക്ക് പിന്നിൽ അവരുടെ ഒരു ശക്തി ഉണ്ടാവും. അത് മാറ്റിക്കഴിഞ്ഞാൽ, അത് പലരും പറയുന്നുണ്ട് 26 രാഷ്ട്രീയ പോരിന് ഇറങ്ങുന്നത് മുരളീധരനും VD സതീശനുമാണെങ്കിൽ ആ നെറ്റിപ്പട്ടം മാറ്റിക്കഴിഞ്ഞാൽ ലീഗിൻ്റെ മാരീജൻ ഇറങ്ങി വരും.
ഓക്കെ, ഞാൻ വേറൊന്ന്, അതായത് ഓക്കെ, നമുക്കൊരിക്കലും ലീഗ് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വലിയൊരു സംഖ്യയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അവർ നല്ലൊരു ശതമാനവും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അഗ്രസീവ് അല്ലെങ്കിൽ ഓവർ അഗ്രസീവ് സ്വഭാവത്തിലേക്കൊന്നും പോകാത്തവരാണ്, തീവ്ര സ്വഭാവത്തിലേക്കൊന്നും തന്നെ പോകാത്തവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ലീഗിന് അത്തരമൊരു ലേബലിൽ, അതായത് ഒരു തീവ്ര സ്വഭാവമുള്ള പാർട്ടിയായി ലീഗിനെ ലേബൽ ചെയ്യുവാൻ കുറച്ച് ശക്തികൾ, അതായത് ചില തീവ്ര ശക്തികൾ, ജമാഅത്തെ പോലുള്ള ശക്തികൾക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണം വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ലീഗിനെ ഒരു തീവ്ര നിലപാടിലേക്ക്, കൂടുതൽ വർഗീയത നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറേയേറെ ഫാക്ടേഴ്സ് അവരെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി. ഈ ജമാഅത്തെ പോലെയുള്ള സംഭവങ്ങൾ അവരിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നാണ് പറയുന്നത്. അതാണോ ഈ ലീഗിൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവ മാറ്റത്തിലേക്ക് നയിച്ചത്? താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ലീഗ് ഒരു കാലത്ത് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ കൂടി അംഗീകരിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. CH മുഹമ്മദ് കോയ അതിൻ്റെ ഒരു വക്താവായിരുന്നു, അദ്ദേഹത്തിൻ്റെ പുത്രൻ അതുപോലത്തെ ഒരു വക്താവായിരുന്നു. പക്ഷേ ഇന്ന് ലീഗിൻ്റെ, ഇപ്പം VD സതീശൻ്റെ കഥ പറഞ്ഞില്ലേ, അതുപോലെ ലീഗിനെ ഒരു നെറ്റിപ്പട്ടം കെട്ടിയിട്ട് ലീഗിൻ്റെ പിന്നിൽ ചില തീവ്രവാദികൾ അങ്ങനെ കളിക്കുകയാണ്. ലീഗിൻ്റെ നെറ്റിപ്പട്ടം മാറ്റിയാലും തീവ്രവാദികൾ അതിൻ്റെ പിന്നിൽ നിന്ന് ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഇന്ന് രണ്ട് നെറ്റിപ്പട്ടങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഭരണം പിടിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദു നെറ്റിപ്പട്ടവും ലീഗിൻ്റെ മതേതര മുഖം, പഴയ മതേതര മുഖം കാണിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു വർഗീയ നെറ്റിപ്പട്ടം ഉള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പുറത്തു വരാതിരിക്കാനുള്ള കളികളാണ് പലപ്പോഴും. ഏതെങ്കിലും ഒരു ചെറിയ വിമർശനമെങ്കിലും ലീഗിനോ മറ്റോ വരുമ്പോൾ തന്നെ ആ ആളിനെ അടിച്ചൊതുക്കാൻ, ചവിട്ടി അരയ്ക്കാൻ നിൽക്കുന്നത്. ഓക്കെ, ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അല്ലായിരുന്നെങ്കിൽ ഭസ്മമായിപ്പോയനെ. അദ്ദേഹത്തിന് അപ്രമാദിത്വമുള്ള ഒരു കാലഘട്ടമാണിപ്പോൾ. അത് അദ്ദേഹത്തിൻ്റെ കുറേ 30 വർഷത്തെ പ്രവർത്തന ഫലമായിട്ട് അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് എക്സ്പീരിയൻസ്, ലീഗിൻ്റെ കൂടെ നിന്നും ലീഗിന് എതിരെ നിന്നും വീണ്ടും ലീഗിന് കൂടെ നിന്നും ഒക്കെ പയറ്റി, നായർക്കെതിരെ നിന്നും നായർക്കൊപ്പം നിന്നും ക്രിസ്ത്യാനിക്കൊപ്പം നിന്നും ഒക്കെ പയറ്റി ആ ഒരു തഴക്കമാണ് അദ്ദേഹത്തിനെ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ എപ്പോൾ വെട്ടേറ്റ് വീണു എന്ന് സംശയിച്ചാൽ മതി. ഓക്കെ, എന്തായാലും ഈ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുന്നത്, ലീഗ് ഉയർത്തുന്ന സമ്മർദ്ദം കോൺഗ്രസിനെ ധർമ്മസങ്കടത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ലീഗ് ഇപ്പോൾ തുടങ്ങിയ പയറ്റല്ല. പണ്ട് മുതൽ 1950-കൾ മുതൽ 60-കൾ മുതൽ പയറ്റി പ്രയോഗിച്ച് വന്ന തന്ത്രം ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ലീഗിന് കോൺഗ്രസ് വേണം അവരെ മുന്നിൽ നിർത്തി പയറ്റുവാൻ. പക്ഷേ അവരുടെ നേതാക്കൾ കരുത്തരാകുന്നത് ലീഗിന് ഇഷ്ടമല്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരുമ്പോൾ കടക്കി വെട്ടി അവരെ വീഴ്ത്തുകയും പിന്നീട് മറ്റ് നേതാക്കളെ കൊണ്ടുവന്ന് ഉയർത്തുകയും ചെയ്യുന്നു. അവരെയും കുറേയധികം വളരുമ്പോൾ വെട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇതൊരു ഒരു തുടർന്നു പോകുന്ന പ്രോസസ്സായി കൊണ്ടുപോവുകയാണ് ലീഗ്. അത് ഇപ്പോൾ പയറ്റാൻ ഉള്ള ഒരു സമയമായിരിക്കുകയാണ്. കാരണം തിരഞ്ഞെടുപ്പായിരിക്കുന്നു. VD സതീശൻ ജയിച്ചു കയറിയാൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരിക അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിലുള്ള വെട്ടുകൾക്കൊപ്പം തന്നെ ലീഗിൻ്റെ വെട്ടുമായിരിക്കുമെന്നും അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ കേരളം അനാരോഗ്യകരമായ ഒരു കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഗീയത നിറഞ്ഞ പരാമർശങ്ങൾ, വർഗീയത നിറഞ്ഞ പ്രചാരണങ്ങൾ ഒക്കെ തന്നെ കേരളത്തിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ്, സാധാരണമായിരിക്കുകയാണ്. ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പണ്ട് ഒരു എല്ലാവർക്കും സമ്മതമായൊരു മുഖമുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി അവരിലേക്ക് നുഴഞ്ഞു കയറിയ തീവ്രവാദ സ്വഭാവമുള്ളവർ അവർക്ക് അതേ മുഖം സമ്മാനിക്കാൻ ശ്രമിക്കുകയാണ്. അവർ മുസ്ലിം കമ്മ്യൂണിറ്റി ആകെ അരക്ഷിതാവസ്ഥയിലാണ് എന്ന ഒരു പ്രചാരണം അവരുടെ തലകളിലേക്ക് കയറ്റിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു നിരീക്ഷണവും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനുള്ള മറുപടി വരുന്ന ആഴ്ചകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. കേരളം ഏത് തരത്തിലാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? എന്തായാലും ഒന്നുറപ്പ്, അരയും തലയും മുറുക്കിയുള്ള പോരാട്ടമാണ് കേരളം കാണാൻ പോകുന്നത്. ആരും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇപ്പോൾ ലീഡ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തുല്യശക്തികളുടെ പോരാട്ടമായിരിക്കും ഈ 2026 നിയമസഭയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ള നിരീക്ഷണവും ഒപ്പം ചേർക്കട്ടെ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.